ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞണ്ട് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഞണ്ട് കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഞണ്ട് കറി ഉണ്ടാക്കാറുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ക്രാബ് ലോലിപോപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 2 ഞണ്ടിൻ്റെ ഫ്ലഷാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഗരം മസാല, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അതുപോലെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. മുളക് പൊടിയുടെ അളവൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ 1/4 ടീസ്പൂണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേരുവകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസും, പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തതും. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ക്രാബിൻ്റെ ലെഗ് വേണം. അതുമേലാണ് നമ്മൾ ഈ ഫ്ലഷ് വെച്ചിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ്, ഞാൻ ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഷേപ്പും റൗണ്ട് ഷേപ്പൊക്കെ ആക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആദ്യം മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യുക, പിന്നെ കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്യുക, അതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ ലോലിപോപ്പൊക്കെ കഴിക്കാറുണ്ട് സ്റ്റാർട്ടറായിട്ട്. അതുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ഞണ്ട് കൊണ്ട് റോസ്റ്റ്, അതുപോലെ ഞണ്ട് കറിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണിത്. ഇത് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 6 മിനിറ്റ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക്